നല്ലൊരു ചില്ലി ബീഫിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചില്ലി ബീഫാണത്. അതിനായി 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്തതാണ്. ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും മുറിക്കാവുന്നതാണ്. അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് 2 വിസിൽ വരാനായിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. ബീഫിന് മസാല തേക്കാനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നൈസ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ബീഫിൻ്റെ വെള്ളം വെച്ചാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിലേക്ക് ബീഫിനെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ബീഫ് വറുക്കാനായി ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ബീഫ് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. ഒന്ന് വിട്ടിട്ട് കൊടുക്കണം, ഒട്ടി പിടിക്കാത്ത വിധത്തിൽ. എല്ലാം നിരത്തി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ വറുത്ത് കോരാവുന്നതാണ്. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകരുത്. ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിനെ കോരിയെടുക്കുക. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോകരുത്. ഒത്തിരി ഡ്രൈ ആയി പോവാതെ നോക്കണം. അടുത്തതായി വെളുത്തുള്ളി ഇഞ്ചിയാണ്. ആ ഓയിലിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഓയിൽ വേണ്ടെങ്കിൽ മാറ്റിയിട്ട് വേറെ ഓയിൽ എടുക്കാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് വഴന്നു പോകരുത്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം എല്ലാം പാതിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. നീളത്തിലോ സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ചെറിയ പീസാക്കണമെങ്കിൽ ചെറിയ പീസാക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വഴന്നു പോകരുത്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം. ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സോയാ സോസിൽ ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ കുറച്ച് എരിവിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചില്ലി സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് മല്ലിയിലെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എല്ലാം ചേർത്തിട്ട് കോൺഫ്ലോർ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ചില്ലിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.